പാറയ്ക്കൽ ശ്രീ ലക്ഷ്മി നരസിംഹമൂർത്തി തേവർ ക്ഷേത്രത്തിൽ ഇന്ന് പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിക്കുന്നു. തന്ത്രി ബ്രഹ്മശ്രീ വിഷ്ണു ഭട്ടതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. രാവിലെ ഗണപതി ഹോമം, കലശപൂജ, കലശാഭിഷേകം, സോപാന സംഗീതം, ക്ഷേത്രദിന പൂജകൾ എന്നിവ നടന്നു. തുടർന്ന് 11:30 പ്രസാദൂട്ടും, വൈകിട്ട് 6:30 ചുറ്റുവിളക്ക്, ദീപം തെളിയിക്കൽ, 7 മണിക്ക് ദീപാരാധന, തുടർന്ന് തായമ്പക, കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ നടക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തതായും ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുമെന്നും പുതിയ കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു. പ്രിയ ഭക്തജനങ്ങളെ, നമ്മൾ ഇവിടെ പാറയ്ക്കൽ ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഇന്നിവിടെ കൊണ്ടാടുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് കാലത്ത് പൂജാതി കാര്യങ്ങളെല്ലാം നടന്നു. ഇനി 11 മണിക്കൊരു അന്നദാനം, അത് കഴിഞ്ഞാൽ വൈകിട്ട് ഗംഭീര പരിപാടികളെല്ലാം ഉണ്ട്. കുട്ടികളുടെ പരിപാടികളും തായമ്പകയും എല്ലാം ഉണ്ട്. പിന്നെ ഈ കൊല്ലം രൂപീകരിച്ച ക്ഷേത്ര കമ്മിറ്റിയിലെ അംഗങ്ങളെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം. പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗോപാലകൃഷ്ണൻ അവർകളെയാണ്. വൈസ് പ്രസിഡന്റ് മിസ് വാസന്തി ആണ്, ഇവിടെ അടുത്തുള്ള സ്വദേശിയാണ്. സെക്രട്ടറിയായിട്ട് ദിലീപ് കൊട്ടാരപ്പാട്ടാണ് തിരഞ്ഞെടുത്തത്. ട്രഷറർ അരുൺ ചന്ദ്രനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ രക്ഷാധികാരിയായിട്ട് നമ്മുടെ കൃഷ്ണകുമാർ, പിന്നെ കൃഷ്ണൻകുട്ടിയേട്ടൻ എന്നിവരുണ്ട്. പിന്നെ ജോയിൻറ്റ് സെക്രട്ടറി നമ്മുടെ രവി സാറാണ്. ബാക്കി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ 20 പേരുണ്ട്. അവരെയൊന്നും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അവരാരും മുഴുവൻ ആൾക്കാരും ഇവിടെ സന്നിഹിതരായിട്ടില്ല. ബാക്കി എല്ലാവരും ഉള്ളവരെല്ലാം ഇവിടെ ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഞങ്ങൾ സത്യസന്ധമായി എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകാൻ ഒരു പ്രതിജ്ഞാബദ്ധത ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ട സഹകരണങ്ങളും ചെയ്ത എല്ലാവർക്കും എൻ്റെ ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ ഞാൻ ഒരു ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. വീണ്ടും നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തും. വേണ്ടിയിട്ട് സമഗ്രമായി ഞങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും പ്രവർത്തിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് മാത്രമാണ് ഊന്നൽ കൊടുക്കുന്നത്. ഇതിപ്പോൾ എന്താ തദ്ദേശവാസികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണോ അതോ എങ്ങനെയാണ് ഇപ്പോൾ പുതിയ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്? തദ്ദേശവാസികളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ 1 വർഷത്തേക്കാണോ? അല്ലല്ല, 3 വർഷത്തേക്കാണ്.